എന്താ പോലെ സഖാവേ ഖമേനി മരിച്ചതിന്റെ വിഷമത്തിലാണോ? ആദരാഞ്ജലി പോസ്റ്റ് സ്റ്റാറ്റസ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു. എങ്ങനെ കരയാതിരിക്കും? അമേരിക്കയുടെ അധിനിവേശത്തിനെതിരെ പോരാടിയ ധീരനായ ഒരു പോരാളിയല്ലേ ബങ്കറിൽ ബോംബിട്ട് അമേരിക്ക തീർത്തുള്ളത്. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് സഹിക്കും. അല്ലേ ഉള്ള കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ കൊന്നുകളയും ആയ കാലം മുഴുവൻ കമ്മ്യൂണിസം വേണ്ട എന്ന നിലപാടെടുക്കുകയും ചെയ്ത ഖൊമേനിയുടെ കാര്യം തന്നെയാണ് നീ പറയണത്. കമ്മ്യൂണിസ്റ്റുകളൊക്കെ ഒന്നുടിക്കുന്ന ആര്? അതൊക്കെ സംഘികൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതായിരിക്കും. സംഘികൾ വെറുതെ പറഞ്ഞുണ്ടാക്കിയതല്ല മോനെ, ചരിത്രമാണ് ചരിത്രം. ഇസ്ലാമിക വിപ്ലവത്തിന്റെ തുടക്കത്തിലെ ഇവരെ സപ്പോർട്ട് ചെയ്തത് തുഡേഹ് എന്ന് പേരുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ പാർട്ടിനെ ഭരണത്തിൽ കയറി 1983 ആയപ്പോഴത്തേക്കും പിടിച്ചങ്ങ് നിരോധിച്ചു. എന്നിട്ട് അതിലെ നേതാക്കന്മാരെ എല്ലാം സോവിയറ്റ് യൂണിയന് വേണ്ടി ചാരപ്രവൃത്തി നടത്തി എന്നാരോപിച്ച് അറസ്റ്റ് ചെയ്യിപ്പിച്ചു. അറസ്റ്റ് ചെയ്തത് മാത്രമല്ല, അവരെ കൊണ്ട് ഞങ്ങൾ ചാരപ്രവൃത്തി ചെയ്തു എന്നുള്ള കുറ്റസമ്മതം നിർബന്ധിച്ച് പറയിപ്പിച്ചിട്ട് അത് ടെലിവിഷനിലൂടെ നാട്ടുകാരെ മുഴുവൻ കാണിച്ചു. എന്നിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര് രാജ്യദ്രോഹികളാണ് എന്നങ്ങ് വരുത്തി തീർത്തു. അതൊക്കെ കഴിഞ്ഞ് 1988 വലിയ ട്വിസ്റ്റ്. ഈ ജയിലിൽ കഴിഞ്ഞിരുന്ന പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാരായ എല്ലാ തടവുകാരെയും ഒരു വിചാരണയില്ലാതെ അങ്ങ് വാദശിക്ഷയ്ക്ക് വിധിച്ച് തട്ടിക്കളഞ്ഞെന്ന്. അത് ഈ ഖൊമേനിയുടെ ഉത്തരവിൻ പ്രകാരം. ലാ ഷെർബിയ ലാ ഗർബിയ എന്നതായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യത്തിൽ അവരുടെ നയം. അയ്യോ, ഇത് നീ ഉദ്ദേശിച്ചതല്ലടാ. എന്ന് വെച്ചാൽ കിഴക്കും വേണ്ട പടിഞ്ഞാറും വേണ്ടാന്ന്, അമേരിക്കയും വേണ്ട സോവിയറ്റ് യൂണിയനും വേണ്ട. കാരണം എന്താണെന്നറിയാമോ? ഈ കമ്മ്യൂണിസ്റ്റുകാർ ഭയങ്കര ദൈവ നിഷേധികളാണെന്നും അതുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുവാണെന്നുമാണ് ഖമേനി പറഞ്ഞിരുന്നത്. ഇതൊക്കെ അറിഞ്ഞിട്ടാണ് ഈ കിടന്ന് പോകണത്. അതിപ്പോ ഞങ്ങൾ സഖാക്കൾക്ക് അമേരിക്ക മാത്രമാണ് ശത്രു. അതുകൊണ്ട് പണ്ട് ഖമേനി ചെയ്തൊക്കെ അങ്ങോട്ട് വിറ്റുകളഞ്ഞേക്കാം. ഖമേനി ഇപ്പൊ ഞങ്ങൾക്ക് രക്തസാക്ഷിയാണ്. എനിക്കത് കേട്ടാ മതി. അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നവനാണ് 2026 കമ്മ്യൂണിസ്റ്റ് അല്ലെ?